വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളിയിൽ അമൃത ഹോസ്പിറ്റലിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് 4 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ യൂട്ടിലിറ്റി സ്പേസ് സഹിതമാണ് വരുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ടെക്സ്ചർ വർക്കുകളും നൽകിയാണ് വന്നിരിക്കുന്നത്. മൂന്ന് മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ടാർ റോഡിൽ നിന്ന് വെറും 10 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ് കൊടുക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 17 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകുമ്പോൾ, അതായത് നോർത്ത് സൈഡിലേക്ക് എത്തുമ്പോൾ 11 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വോള് വന്നിരിക്കുന്നത്. ഈ ഒരു എൻഡിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് KW വാട്ടർ കണക്ഷൻ്റെ ഒരു വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഭാഗത്തും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലും ഒരു ടാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിന് 12.5 അടിയിലേറെ നീളവും 3.5 അടി വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലുള്ള വാളിൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ഡിസൈനാണ് മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12 അടി നീളവും 12 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. വലിയൊരു എൽ ഷേപ്പിലുള്ള കോർണർ സോഫ സെറ്റിനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിൽ കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു കോഫി ടേബിൾ വന്നാലും നമുക്ക് ഒട്ടും സ്പേസ് കുറഞ്ഞു പോകുന്നില്ല. നോർത്തേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് സൈഡിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്പം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഡക്കർ സ്പേസും വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ ടെക്സ്ചർ പെയിൻറ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് സൈഡിലെ വാളിലായിട്ടാണ് നമ്മുടെ സോഫ സെറ്റിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അവിടെയും റെക്ടാങ്കുലർ ഷേപ്പിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ബീഡിംഗ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഷെൽഫ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ടോപ്പ് ഭാഗവും അതുപോലെ തന്നെ വാഷ് കൗണ്ടറിൻ്റെ സൈഡ് വോൾ ടെക്സ്ചർ വർക്കുകൾ ചെയ്താണ് നൽകിയിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. വലുപ്പമുള്ളൊരു വാഷ് കൗണ്ടർ തന്നെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. സൈഡിലും അതേപോലെ തന്നെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. കൂടാതെ വലുപ്പമുള്ളൊരു മിറർ നൽകിയിട്ടുണ്ട്. മിററിൻ്റെ ബാക്ക് സൈഡ് എല്ലാം തന്നെ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ഹൈഫൈയുടെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ഈ ഒരു കിച്ചണിന് 11.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് തന്നെ ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ വരുന്നത്. വർക്ക് ഏരിയയുടെ വർക്ക് ഏരിയ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് വർക്ക് ഏരിയയാണ് നമുക്ക് 80 lakhs ചോദിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്, അതായത് മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഡയറക്ഷനുള്ള വിൻഡോയുടെ തൊട്ട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം ടെക്സ്ചർ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൽ കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വെറ്റേറിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടി നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് 3 ഡോറിൻ്റെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. അപ്പർ ലിവിംഗ് നമുക്ക് 2 സെക്ഷനായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് വരുന്നത്. 15 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ള വോളിലും ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. നോർത്ത് ഡയറക്ഷനിലേക്കാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗും വന്നിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 15 അടിയോളം നീളവും 14 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 24 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 9 അടിയോളം നീളവും 6 അടിയിലേറെ വീതിയുമാണ് ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. ഈ കോർണറിലായിട്ട് നൽകിയിരിക്കുന്ന പില്ലറി ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിയുടെ സൈഡിലായിട്ടുള്ള 2 വാളുകളും എലിവേഷന് ഭംഗി നൽകാനായി ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കണ്ടെയ്നർ റോഡിലേക്ക് 500 മീറ്റർ, അമൃത ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ, ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്റർ, കുസാറ്റിലേക്ക് 4.5 കിലോമീറ്റർ,
മെട്രോ സ്റ്റേഷനിലേക്ക് 3.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 9 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയയും കൂടാതെ 2 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.